ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കോട്ടത്തിലിനെ വേഗം അറസ്റ്റ് ചെയ്യാൻ ADGPയുടെ നിർദ്ദേശമുണ്ട്. സംസ്ഥാന വ്യാപകമായി പോലീസ് പരിശോധന ആരംഭിച്ചു. രാഹുലിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നിരീക്ഷണത്തിലാണ്. രാഹുൽ കോയമ്പത്തൂരിൽ ഒളിച്ചു കഴിയുന്നതായാണ് സംശയം. അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനന്തൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള കർശനമായ നിർദ്ദേശം വന്നിരിക്കുകയാണ്. കോയമ്പത്തൂരിലേക്കാണോ, കേരളത്തിലില്ലേ, അങ്ങോട്ടേക്ക് മാറി ഇപ്പോൾ രഹസ്യ കേന്ദ്രത്തിലാണോ രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്? എന്തെല്ലാം വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്? അന്വേഷണം എങ്ങനെ പോകുന്നു? പൂജ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ ഊർജിതമായ അന്വേഷണമാണ് SIT നടത്തുന്നത്. ഇന്നലെ ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ യോഗം ചേർന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനാണ് ADGP H. വെങ്കടേഷ് അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് വിവരങ്ങളൊക്കെ അന്വേഷണ സംഘം സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വാർത്ത നൽകിയിരുന്നു. തിരുവനന്തപുരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലെത്തി വക്കാലത്ത് ഒപ്പിട്ട് വീണ്ടും മുങ്ങി എന്നുള്ളത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ തമിഴ്നാട് വഴി കോയമ്പത്തൂരിലേക്ക് പോയി എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് വ്യാപകമായ പരിശോധന ഇപ്പോൾ നടക്കുകയാണ്. ഈ നിമിഷവും രാവിലെ മുതൽ തന്നെ കോയമ്പത്തൂരിൽ സംശയമുള്ള സ്ഥലങ്ങളിലൊക്കെ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തുന്നുണ്ട്. അവിടെ ചില കേന്ദ്രങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ രാഹുലിന്റെ സുഹൃത്തുക്കളിൽ നിന്നും മറ്റും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് ഊർജിതമായ അന്വേഷണം നടത്തുന്നത്. മാത്രമല്ല, കോയമ്പത്തൂരിലേക്കുള്ള വഴിയിലുള്ള തമിഴ്നാട്ടിലെ മറ്റ് ചില സ്ഥലങ്ങൾ കൂടി പോലീസിന് സംശയമുണ്ട്. അപ്പോൾ തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താനുള്ള അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഇപ്പോൾ സജീവമായി നടക്കുന്നത്. അതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിയിടം കണ്ടെത്താൻ മറ്റൊരു രീതി കൂടി അന്വേഷണ സംഘം അവലംബിക്കുന്നുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അതിനൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബന്ധുക്കളെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ആശയവിനിമയം സ്ഥിരമായി നടത്താറുള്ള ചില ബന്ധുക്കളെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ബന്ധുക്കളെ കൂടി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ കസ്റ്റഡിയിലെടുത്ത് തന്നെയാകും ചോദ്യം ചെയ്യുക എന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഏതായാലും സജീവമായ അന്വേഷണ സംഘത്തിന്റെ പരിശോധനകൾ തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ബുധനാഴ്ച കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും മുൻപ് തന്നെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരത്ത് എത്തിയെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ സൂചിപ്പിച്ച കാര്യമാണ്. ഈ പരാതിയൊക്കെ കൊടുത്ത് വലിയ നീക്കങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. യുവതിയുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തി നിയമ നടപടികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു പോകുമ്പോഴും എല്ലാം ഇടയിൽ തന്നെ വളരെ പെട്ടെന്നുള്ള നീക്കങ്ങൾ രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടല്ലേ? അതുകൊണ്ടാണല്ലോ ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും തിരുവനന്തപുരത്ത് എത്തുന്നത് ഇപ്പോൾ കോയമ്പത്തൂരൊക്കെ ആണോ എന്നുള്ളൊരു സംശയം വരുന്നത്. അങ്ങനെ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിവേഗത്തിൽ തന്നെ രാഹുൽ കരിക്കൾ നീക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പോലീസ് കരുതുന്നത് നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഇങ്ങനൊരു പ്രതിസന്ധി വന്നാൽ, ഇത്തരമൊരു പരാതി പോലീസിന്റെ മുന്നിലേക്ക് വന്നാൽ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാം. അപ്പോൾ എങ്ങനെ വേണം നീക്കങ്ങൾ എന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ആ നീക്കം അനുസരിച്ചാണ് രാഹുലിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ ഒളിവിൽ പോകാൻ കഴിഞ്ഞതെന്നാണ് പോലീസ് കരുതുന്നത്. കാരണം ഇങ്ങനൊരു പ്രതിസന്ധി വന്നാൽ പൊടുന്നനെ ഏത് വാഹനത്തിൽ രക്ഷപ്പെടണം എന്നതടക്കം രാഹുൽ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു എന്നതാണ് പോലീസിന്റെ അനുമാനം. അപ്പോൾ ഈ കാര്യങ്ങൾ പങ്കുവച്ചിട്ടുള്ള ചില സുഹൃത്തുക്കളോ അതല്ലെങ്കിൽ ബന്ധുക്കളോ ഉണ്ടാകും എന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. അപ്പോൾ അവരെ ഏകദേശം അങ്ങനെ വിവരങ്ങൾ അറിയാവുന്ന ചിലരെ പോലീസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബന്ധുക്കളിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം സജീവമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പൂജ, അതിനൊപ്പം തന്നെ ഇന്നിപ്പോൾ ഈ യുവതിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ, അത് ഒരു പക്ഷേ നമുക്ക് ഭയങ്കര ക്രൂരമാണ് എന്ന് തോന്നിപ്പോകും. കാരണം ഗർഭിണിയായ ഒരു സ്ത്രീയെ സ്വന്തം തീരുമാനപ്രകാരം ഗർഭഛിദ്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചതിന്റെ ഹീനമായ വിവരങ്ങൾ അടങ്ങിയ മൊഴിയുടെ ഭാഗമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലീസിനും ഒപ്പം തന്നെ നെയ്യാറ്റിൻകര കോടതിയിൽ 164 ആയും നൽകിയ മൊഴിയുടെ പരാമർശങ്ങളാണിത്. അതിൽ ഈ യുവതി പറയുന്നത് തന്നെ 2 തവണ ഗർഭഛിദ്രം നടത്താൻ വേണ്ടി മരുന്ന് തന്നു എന്നുള്ളതാണ്. ഗർഭഛിദ്രം നടത്താൻ 2 തവണ മരുന്ന് നൽകി എന്നുള്ളതാണ്. ഒന്ന് മെയ് 30-നാണ് ആദ്യ തവണ നൽകിയത് എന്നാണ് യുവതി പറയുന്നത്. മാത്രമല്ല, പോലീസ് ഇപ്പോൾ കുട്ടി പറഞ്ഞ മരുന്നൊക്കെ പരിശോധിക്കുമ്പോൾ വീര്യം കൂടിയ മരുന്നാണ് നൽകിയതെന്നാണ് പോലീസ് ഇപ്പോൾ അനുമാനിക്കുന്നത്. ഈ ഗർഭചിത്രത്തിന്റെ ബുദ്ധിമുട്ടുകൾ, അത് ആ മരുന്ന് കഴിച്ചതിന് ശേഷം ഉണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകൾ അതിഭീകരമായിരുന്നു. രക്തസ്രാവം രൂക്ഷമായി തന്നെ ഉണ്ടായി. അതിനുശേഷം പെൺകുട്ടി ഡോക്ടറെ സമീപിച്ചിരുന്നു. ഡോക്ടർ ചികിത്സ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഡോക്ടറെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്താൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇന്നോ അടുത്ത മണിക്കൂറുകളിലോ ഉണ്ടാകും. അതിനൊപ്പം തന്നെ കടുത്ത മാനസികമായ ഒരു ബുദ്ധിമുട്ടിലേക്ക് ആ കുട്ടി ആ ദിവസങ്ങളിൽ പോവുകയും ചെയ്തു. അതിനും മറ്റൊരു വൈദ്യസഹായം തേടിയിട്ടുണ്ട്. ആ ഡോക്ടറെയും
സൈക്കോളജിസ്റ്റിനെയും കണ്ടെത്തി മൊഴിയെടുക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിലെ തെളിവ് ഈ ശബ്ദരേഖയാണ്. അപ്പോൾ ആ ശബ്ദരേഖ സംബന്ധിച്ച് പരിശോധന ശാസ്ത്രീയമായി തന്നെ നടത്താൻ, അതായത് ഇന്നലെ ഈ പെൺകുട്ടിയുടെ മൊബൈൽ അന്വേഷണ സംഘം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അത് അന്വേഷണ സംഘത്തിന് കൈമാറി അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഈ ശബ്ദരേഖയുണ്ട്. അപ്പോൾ പെൺകുട്ടിയുടെ ശബ്ദ സാമ്പിൾ അത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലോ മറ്റോ അടുത്ത ദിവസങ്ങളിൽ തന്നെ രേഖപ്പെടുത്തും. അതിനുശേഷം അറസ്റ്റായി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദരേഖയും ശബ്ദ സാമ്പിളും അന്വേഷണ സംഘം എടുക്കും. അതിനുശേഷം ശാസ്ത്രീയമായ പരിശോധന നടത്തി ഈ ശബ്ദ സാമ്പിൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഈ കുട്ടിയുടേതുമാണ് എന്ന് ഉറപ്പുവരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അത് സംബന്ധിച്ചുള്ള അപേക്ഷ തിങ്കളാഴ്ച കോടതിയിൽ നൽകും അന്വേഷണ സംഘം. നമുക്കറിയാൻ കഴിയും നീക്കങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ കൂടിയാണ് ആർ അനന്തകൃഷ്ണൻ ഇപ്പൊ നമ്മളെടുത്ത് പറഞ്ഞത്.